ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ 3 പെൺമക്കളിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയും സൗഭാഗ്യവും വർഷയ്ക്കാണെന്നാണ് ഞങ്ങളെ വിശ്വസിച്ചത്. പക്ഷേ വർഷയ്ക്കല്ല, അത് വന്ദനയ്ക്ക്. എന്താ മോളെ, എന്തു പറ്റി? മോളെ എന്തു പറ്റി മോളെ? ലോറി കണ്ടപ്പോ അച്ഛൻ ഓർമ്മ വന്നോങ്ങളെ. ഇതുപോലെ ഒരു ലോറിയാ അച്ഛന്റെ കാറിൽ ഇടിച്ചത്. ആ കാറിൽ ഞാനും ഉണ്ടായിരുന്നു. അച്ഛന്റെ കാറിൽ കൊണ്ടുവന്ന ലോറി ഇടിച്ച ഡ്രൈവറെ കണ്ട എനിക്കറിയാം. മോക്ക് തിരിച്ചറിയാന്നോ? മോളെ, എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത്? അമ്മേ, അച്ഛൻ വിളിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് പോവാം. ഇവിടെ വന്നോന്നെങ്ങാനോ അച്ഛൻ അറിഞ്ഞ വലിയ പ്രശ്നമാവും കേട്ടോ. നിന്റെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലേ നിന്റെ അപ്പച്ചി പ്രശ്നം ഉണ്ടാക്കി കാണും. കൂട്ടിന് നിന്റെ കെട്ടിയോളം ഉണ്ടല്ലോ. അമ്മേ, ചായ ഇപ്പൊ റെഡിയാവും. ഇല്ല മോളെ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇനി വരുമ്പോ ചായ കുടിക്കാം. എന്നാ ഇറങ്ങട്ടെ. വാമേ. അപ്പൊ അങ്ങോട്ട് പോട്ടെ. പോട്ടെ. ശരി. അപ്പൊ ശരി മോളെ. ശരി ശരി മോളെ. മോളെ, നിനക്കെന്തു പറ്റി? പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നു. വാ,
നമുക്ക് അകത്തേക്ക് പോവാം വാ. മോനെ, മോനെ, അമ്മേ, അമ്മ എന്താ ഇവിടെ? അല്ല, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അമ്മയെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. മോൻ ഒരു വർക്ക്ഷോപ്പിൽ സാധാരണക്കാരനെ പോലെ പണിയെടുക്കുന്നു എന്ന് കേട്ടപ്പോ അത് അമ്മയ്ക്ക് കുറച്ചിലായി പോയോ? എന്നാലും ഒരു വാക്ക് പോലും പറയാതെ മനഃപൂർവ്വം പറയാതിരുന്നതാ. അച്ഛനും അമ്മയും ഒരിക്കലും അനുവദിക്കില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ അനുവാദം ചോദിക്കാഞ്ഞത്. ജഗന്റെ കൂടെ പോയ വന്ദനയുടെ ജീവിതം തകർന്നു എന്ന് കണക്ക് കൂട്ടുന്നവർക്ക് ഒരു മറുപടിയായിട്ടാ ഞാൻ ജീവിക്കുന്നത്. വന്ദനയും ദീമോളയും പട്ടിണിക്കിടരുത്. അങ്ങനെ മാത്രമേ ഞാനും കരുതുന്നുള്ളൂ. എന്റെ 3 പെൺമക്കളിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയും സൗഭാഗ്യവും വർഷയ്ക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ വർഷയ്ക്കല്ല, അത് വന്ദനയ്ക്ക്. എല്ലുമുറിയെ പണിയെടുത്ത് ഭാര്യയെ പോറ്റുന്ന ഭർത്താവിന്റെ മനസ്സ്, അതിനേക്കാൾ വലിയ ഭദ്രത വേറൊന്നിനുമില്ല മോനെ. വിക്രമന്റെ കോടികളേക്കാൾ വിലയുണ്ട് മോന്റെ ഈ മനസ്സിന്. എന്റെ വന്ദന ശപിക്കപ്പെട്ടവളല്ല, ദൈവം പ്രസാദിച്ചവളാ. എനിക്കിത് മതി. അമ്മയുടെ ഈ അംഗീകാരത്തിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇത് എന്റെ ആത്മധൈര്യം കൂട്ടും. എന്നെയും കൂട്ടി മാധവേട്ടൻ വന്നപ്പോ ഞങ്ങളുടെ മുന്നിലുള്ള ഏക പ്രതിസന്ധിയായിരുന്നു ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് എന്നത്. മാനത്തെ കൊട്ടാരം